ഹായ് എവരിവൺ. ഇന്ന് നമുക്ക് ക്രാച്ചിൻ്റെ ഒരു പുതിയ പ്രോഗ്രാം കാണാം. നമ്മളിന്നൊരു മെയ്സ് ഗെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്യാറ്റിനെ കൊണ്ട് നമ്മൾ മെയ്സ് ഗെയിം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മെയ്സ് ഗെയിമിൻ്റെ അറ്റത്ത് ഒരു ആപ്പിൾ. അപ്പോൾ മെയ്സ് ഗെയിം സോൾവ് ചെയ്ത് ക്യാറ്റ് ആപ്പിളിൻ്റെ അടുത്ത് എത്തണം. നമുക്ക് ന്യൂ മെയ്സ് ഗെയിം എന്നൊരു പേരിടാം. നമുക്കപ്പോൾ ഇതിന് വേണ്ടത് ക്യാറ്റ് വേണം, ഒരു മെയ്സ് വേണം, പിന്നെ ഒരു ആപ്പിൾ സ്പ്രൈറ്റും വേണം. അപ്പോൾ ക്യാറ്റിന് സ്പ്രൈറ്റ് കിട്ടി. നമുക്ക് ഇത്തവണ ക്യാറ്റിന് സ്പ്രൈറ്റിന് ഒരു ചെറിയ കളർ ചേഞ്ച് വേണമെന്ന് കൊടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ കോസ്റ്റ്യൂമിൽ വന്നു. എന്നിട്ട് കോസ്റ്റ്യൂം ടാബിൽ വന്നതിന് ശേഷം ഞാൻ ഫില്ല് എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഞാൻ എല്ലാം ഫില്ല് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ രണ്ട് കോസ്റ്റ്യൂമിലും ഞാൻ ക്യാറ്റിന് ജസ്റ്റ് നമ്മളെപ്പോഴും ഒരു ഓറഞ്ച് ക്യാറ്റല്ലേ കാണുന്നത്. അപ്പോൾ നമുക്കൊരു ചേഞ്ച് വേണമല്ലോ. അതിന് വേണ്ടി ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ കളർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാറ്റിനെ സെറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ആപ്പിൾ വേണം. അപ്പം നമ്മൾ ഒരു ആപ്പിൾ എടുക്കുകയാണ്. ആപ്പിൾ കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത്, അപ്പോൾ ക്യാറ്റ് നമുക്ക് മെയ്സ് സോൾവ് ചെയ്ത ടോപ്പിൽ നിന്നാണ് സോൾവ് ചെയ്തിട്ട് ആപ്പിളിൻ്റെ അടുത്ത് എത്തണം. ഇനി നമുക്ക് വേണ്ടത് ഒരു മെയ്സ് വേണം. അപ്പം മെയ്സ് നമുക്ക് കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ നെറ്റിൽ മെയ്സ് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, meisgenerator.net. അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊരു റെക്റ്റാങ്കുലർ മെയ്സാണ് എടുത്തത്. വിഡ്ത്ത് 10ഉം ഹൈറ്റ് 10ഉം വെച്ചിട്ട് ബാക്കിയെല്ലാം അവർ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഞാൻ വാല്യൂസും ചേഞ്ച് ചെയ്തില്ല. ജനറേറ്റ് ന്യൂ എന്ന് അടിച്ചാൽ എനിക്ക് ഓരോ തവണയും ജനറേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ മെയ്സ് കിട്ടും. അതിനുശേഷം ഞാനതിനെ SVG ഫോമിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതാണ് നമുക്ക് ഏറ്റവും കൺവീനിയൻറ്റ്. നമ്മുടെ പല ഫങ്ഷൻസിനും SVG ഫോമിൽ സേവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് 2 മെയ്സ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട നമ്മുടെ സ്പ്രൈറ്റിന് ഞാൻ നമ്മുടെ മെയ്സിനെ കൂടെ അങ്ങ് എടുക്കട്ടെ. മെയ്സ് എടുത്തു. അപ്പം മെയ്സിനെ ഞാനൊന്ന് പൊസിഷൻ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്. മെയ്സിന് എനിക്ക് സൈസ് കൂട്ടണം, ക്യാറ്റിൻ്റെ ആപ്പിളിൻ്റെ സൈസ് കുറയ്ക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലുക്സിൽ പോവുകയാണ്. സെറ്റ് സൈസ്, ഇത് എല്ലാ സ്പ്രൈറ്റിലും എനിക്ക് വേണ്ട ഒരു സ്റ്റെപ്പാണ്. സെറ്റ് സൈസ് എത്രയെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവൻസിൽ പോയിട്ട് വെൻ ക്ലിക്ക് നമുക്ക് എല്ലാത്തിലും വേണം. കാരണം ഗെയിം തുടങ്ങുമ്പോൾ നമുക്ക് സൈസ് സെറ്റ് ചെയ്യണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ക്യാറ്റിന് നമുക്കൊരു 12% മതി. ക്യാറ്റിന് ആപ്പിള് നമുക്കൊരു 30% സൈസ് കൊടുക്കാം. മെയ്സ് ആണെങ്കിൽ നമുക്കൊരു 185% കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ക്യാറ്റ് ഇപ്പോൾ ഈ മെയ്സിൽ കൂടി ഈസി ആയിട്ട് ക്യാറ്റിന് പോകാൻ പറ്റും. ആപ്പിൾ നമുക്ക് ഇവിടെ വെക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പൊസിഷൻസ് ആണ്. പൊസിഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മോഷൻസിൽ പോയിട്ട് എക്സും വൈ കോർഡിനേറ്റ് ഇവിടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമുള്ളതുകൊണ്ട് അപ്പോൾ ഓരോ സ്പ്രൈറ്റിലും പോയിട്ട് നമ്മൾ ആ XY നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗെയിം തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഈ സെറ്റിങ്സിൽ തന്നെ കിട്ടും. ഓക്കെ, ക്യാറ്റിൻ്റെ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ അവിടെ വെച്ചിരിക്കുന്നത് പിന്നീട് ആവശ്യം വരും. എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ക്യാറ്റിന് നമുക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കണം. ക്യാറ്റിന് മൂവ് ചെയ്യാൻ പറ്റണം. ക്യാറ്റിന് എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം? അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്. ഇതാണ് നമ്മുടെ ക്യാറ്റിന് കൊടുക്കാൻ പോകുന്ന മൂവ്മെൻറ്റ്സ്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ മൂവ്മെൻറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ
മെയ്സിനകത്തോട്ട് മൂവ് ചെയ്യാം, പക്ഷെ മെയ്സിൻ്റെ വോൾസിനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രമുണ്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ മൂവ്മെൻറ്റ്സ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഒരു 4 എവറിൽ നമുക്ക് ഒരു ഇഫിനകത്ത് നമുക്ക് സെൻസിങ്, നമ്മളൊരു ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ കീ പ്രസ് ഡൗൺ ആരോ ആണെങ്കിൽ മോഷൻസിൽ ഡൗൺ ആരോ ആണെങ്കിൽ എന്ത് വേണം, നമുക്ക് y കോർഡിനേറ്റ് ചേഞ്ച് y ബൈ ഒരു 4, ഇതാണ് നമുക്ക് വേണ്ടത്. ഡൗൺ ആരോ ആണെങ്കിൽ -4. പക്ഷെ നമ്മൾ കാണാം, നമ്മൾ മെയ്സിൻ്റെ വോളിനെ നമ്മൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്, അത് പാടില്ല, അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ഇവിടെ എഴുതാം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മെയ്സിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത ആക്ഷൻ റിവേഴ്സ് ചെയ്യണം. ക്യാറ്റ് എന്നുള്ള സ്പ്രൈറ്റ് നമ്മുടെ മെയ്സിൽ ടച്ച് ചെയ്തെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം, y നമ്മൾ റിവേഴ്സ് ചെയ്യുക, -4നെ നമ്മൾ +4 വെച്ച് റിവേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പ് ആരോയ്ക്ക് വേണ്ടി കോഡ് മാറ്റിയ അപ്പ് ആരോയുടെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ -4 ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ആരോയും ഡൗൺ ആരോയും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പ് ആരോയും ഡൗൺ ആരോയും വർക്ക് ചെയ്യും, പക്ഷെ മെയ്സിൻ്റെ വോളിനെ ഇപ്പോൾ ക്രോസ് ചെയ്തു. ഇനി നമുക്കിത് കോപ്പി ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും ആരോയ്ക്കും ഉള്ള കോഡ് എഴുതാം. ലെഫ്റ്റ് ആരോയ്ക്കാണെങ്കിൽ ചേഞ്ച് y അല്ല, നമുക്ക് x വേണം. ചേഞ്ച് x ബൈ -4 അല്ലേ. ഈ വൈയുടെ വൈനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, y നമുക്ക് വേണ്ട. ചേഞ്ച് x ബൈ -4, അതിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ചേഞ്ച് x ബൈ 4 ഇതെടുത്തു. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ആരോയിനെ ലെഫ്റ്റ് ആരോയ്ക്കുള്ള കോഡ് നമ്മൾ എഴുതി. ഇനി ഇതുപോലെ തന്നെ ഇത് കോപ്പി ചെയ്താൽ നമുക്ക് റൈറ്റ് ആരോയ്ക്കുള്ള കോഡ് അല്ലേ. ലെഫ്റ്റ് ആരോയ്ക്ക് പകരം ഞാൻ റൈറ്റ് ആരോ വെക്കുന്നു. റൈറ്റ് ആരോ വെക്കുമ്പോൾ ഞാൻ മൂവ് ചേഞ്ച് ബൈ 4 ആണ്. അതിനെ മെയ്സ് ഹിറ്റ് ചെയ്തെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യണം, -4 വെച്ച്. അപ്പം ഞാൻ ക്യാറ്റിന് ഉള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ക്യാറ്റ് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് അല്ലേ. മെയ്സിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്യാം. അതോടെ നമ്മുടെ മെയ്സ് ഗെയിമിൻ്റെ ബേസിക് ലെവൽ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഇപ്പോൾ ഇതൊരു വളരെ ബേസിക് മെയ്സ് ഗെയിമാണ്. നമുക്ക് ക്യാറ്റിനെ നമുക്ക് മെയ്സിൽ നമ്മൾ തന്നെ മൂവ് ചെയ്ത് ഫൈനലി ആപ്പിളിൻ്റെ അടുത്ത് എത്തിക്കാം. പക്ഷെ ആപ്പിളിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഗെയിം ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമുക്ക് പറയാം ലെവൽ 2 പോവാം. അപ്പോൾ ലെവൽ 2 നമുക്ക് വേറൊരു മെയ്സ് വെക്കാം. അപ്പം അങ്ങനെ പോകാൻ നമുക്ക് പല വഴികൾ നമുക്ക് ചെയ്യാം. നമുക്കിന്ന് വേരിയബിൾസ് വഴിയാണ് നമ്മളുടെ. അപ്പോൾ നമുക്ക് വേറൊരു മെയ്സ് കൂടി വേണം. നമ്മളിപ്പോൾ 2 ലെവൽ ഗെയിമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു മെയ്സ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ ആ മെയ്സിന് ശേഷം നമ്മൾ പറയുകയാണ് ഗെയിം ഓവർ. അപ്പോൾ ഞാൻ നേരത്തെ സേവ് ചെയ്ത ഒരു മെയ്സ് കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത്തവണ ഞാൻ ആ മെയ്സിനെ കോസ്റ്റ്യൂമായിട്ട് അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ കോസ്റ്റ്യൂം. ഇനിയിപ്പം മെയ്സ് 2 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ ഇതിന് വേണ്ടി 2 എണ്ണം എടുക്കും. അപ്പോൾ രണ്ടാമത്തെ മെയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പറയാം ഗെയിം ഓവർന്നോ അല്ലെങ്കിൽ U1 എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് മെസ്സേജ് നിർത്താം. അപ്പം ഞാൻ ഒരു പുതിയൊരെണ്ണം നമുക്ക് അങ്ങനെ ഒരു കോസ്റ്റ്യൂം കൂടെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് U1 അത്രയും ഒരു മെസ്സേജും അങ്ങ് വെച്ചിട്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം. അല്ലാണ്ട് ഈ കോസ്റ്റ്യൂമിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിതിനെ ജസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് കോസ്റ്റ്യൂം. പിന്നെ നമുക്ക് വീണ്ടും കോഡിലോട്ട് പോവാം. നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ലെവൽ ഉണ്ടാക്കണം. ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ലെവൽസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഗെയിം ലെവൽ എന്നും പറഞ്ഞ് ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാം. ഗെയിം ലെവൽ സെറ്റ് ചെയ്തു. ഗെയിം ലെവലിനെ നമുക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്കതിനെ നമ്മുടെ ഓക്കെ 1 നമുക്ക് സെറ്റ് ചെയ്യാം. ഗെയിം ലെവൽ നമുക്ക് തുടക്കത്തിൽ 1 ആണ്. പിന്നെ എപ്പോഴൊക്കെ ക്യാറ്റ് ആപ്പിളിനെ ഹിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മുടെ ഗെയിം ലെവൽ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കോസ്റ്റ്യൂമും ഗെയിം ലെവലും തമ്മിൽ നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ഗെയിം ലെവൽ 1 ആണെങ്കിൽ ഫസ്റ്റ് കോസ്റ്റ്യൂം എടുക്കുക, ഗെയിം ലെവൽ 2 ആണെങ്കിൽ സെക്കൻഡ് കോസ്റ്റ്യൂം എടുക്കുക, ഗെയിം ലെവൽ 3 ആണെങ്കിൽ തേർഡ് കോസ്റ്റ്യൂം എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഗെയിം ലെവൽ 1 ആക്കി സെറ്റ് ചെയ്യും. ഇനി നമ്മൾ ഗെയിം ലെവലും കോസ്റ്റ്യൂമും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. അതിന് ലുക്സിൽ പോയിട്ട് സ്വിച്ച് കോസ്റ്റ്യൂം നമ്മൾ എന്തിലോട്ടാണ് കോസ്റ്റ്യൂമിനെ സെറ്റ് ചെയ്യുന്നത്? ഗെയിം ലെവലിലോട്ട്. നമ്മൾ പറയുകയാണ് എപ്പോഴും കോസ്റ്റ്യൂം ഗെയിം ലെവലായിട്ട് മാച്ച് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാം ഗെയിം ലെവല് 3 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ 2 ലെവലും കളിച്ചു കഴിഞ്ഞു, നമുക്ക് ഗെയിം എൻഡ് ചെയ്യാം. അപ്പോൾ അതിനുള്ള കൺട്രോളും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്കൊരു ഓപ്പറേറ്റർ എടുക്കാം. ഓപ്പറേറ്ററിൽ നമ്മൾ വേരിയബിൾ എടുത്തിട്ട് ഗെയിം ലെവൽ ഈസ് ഈക്വൽ ടു 3. ഗെയിം ലെവൽ 3 ആണെങ്കിൽ നമുക്കിനിയും ഗെയിം എൻഡ് ചെയ്യാം. ഇനി കൺട്രോളിൽ പോകുന്നു, സ്റ്റോപ്പ് ഓഫ്. ഓക്കെ, ഇതിലിനി നമുക്ക് ഗെയിം ലെവലും നമുക്ക് കളിക്കുമ്പം നമ്മൾ ആ ഗെയിം ലെവൽ ഡിസ്പ്ലേയിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു രസമാണ് കാണാൻ. അപ്പോൾ നമുക്ക് ഷോ വേരിയബിൾ ഗെയിം ലെവൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം നമ്മുടെ ഗെയിം ലെവൽ എത്രയാണ്. ഗെയിം എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗെയിം ലെവൽ നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്പ്രൈറ്റിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താറുണ്ട്. അതായത് നമ്മൾ ക്യാറ്റ് ആപ്പിളിനെ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ലെവല് മാറുന്നത്, ലെവലും കോസ്റ്റ്യൂമും മാറുന്നത്. അപ്പോൾ ക്യാറ്റ് ആപ്പിളിനെ ടച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കോഡ് എഴുതാം. നമുക്കതൊരു സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഈ കോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ വല്ലാണ്ട് കൺജസ്റ്റഡ് ആവില്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോറെവർ ചെക്ക് ചെയ്യാം. ഇഫ് സെൻസിങ്ങിൽ പോയിട്ട് ക്യാറ്റ് ടച്ചസ് ആപ്പിൾ, ക്യാറ്റ് ടച്ചസ് ആപ്പിൾ ആണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആപ്പിളിനെ പൊസിഷൻ റീസെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വേരിയബിളിനെ, നമ്മുടെ ഗെയിം ലെവലിനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മുടെ ഗെയിം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞ ക്യാറ്റിന് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു ക്യാറ്റ്
ആപ്പിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഗെയിം എടുക്കും. അതായത് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ആപ്പിളിൻ്റെ അടുത്ത് എത്തിയത്. അപ്പം നമ്മളവിടെ ഗെയിം ഫിനിഷ് ചെയ്യുകയാണ്. ഒരു ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. സെക്കൻഡ് ലെവലിലുള്ള മെയ്സും കിട്ടി. നമ്മൾ ക്യാറ്റിനെ പഴയ പൊസിഷനിൽ റീസെറ്റ് ചെയ്ത് അവിടെ എത്തിച്ചു. വീണ്ടും ഗെയിം തുടങ്ങാം. രണ്ടാമത്തെ ഗെയിമും കൂടി കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ് കോസ്റ്റ്യൂം നമ്മൾ മാറ്റി നമ്മൾ ഫൈനൽ U1 വരികയും ചെയ്യുകയാണ്. അതോടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതെങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിം ലെവൽ 1 ആണ്. ക്യാറ്റ് നമ്മളൊന്ന് മൂവ് ചെയ്ത് നോക്കാം ഇതൊന്ന് എങ്ങനെ നമ്മൾ സെക്കൻഡ് ലെവലിലോട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. നമ്മുടെ ക്യാറ്റ് ലെവൽ 1 കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ലെവൽ 2 കാണാം. ക്യാറ്റിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പൊസിഷനിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ലെവൽ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കോസ്റ്റ്യൂമിലോട്ട് പോകണം. അതുപോലെ ഗെയിം ഇവിടെ എൻഡും ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ലെവൽ വേണമെങ്കിലും ഇനി ആഡ് ചെയ്യാം. നമ്മുടെ ഗെയിം ലെവൽ ഇവിടുന്ന് പോയി U1 എന്നുള്ള കോസ്റ്റ്യൂം വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം. ഇതിലിപ്പം കുറച്ചുകൂടി മോഡിഫിക്കേഷൻ ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിം 1 ചെയ്ത് കഴിയുമ്പോൾ ഈ ആപ്പിൾ എന്നുള്ള സ്പ്രൈറ്റും ക്യാറ്റ് എന്നുള്ള സ്പ്രൈറ്റിനെ ഹൈഡ് ചെയ്യാം. കൂടുതൽ ലെവൽസ് ആഡ് ചെയ്യാം. സൗണ്ട് എഫക്ട്സ് വരുന്ന അതൊക്കെ ഞാൻ നിങ്ങളുടെ ഇമാജിനേഷന് വിട്ടു തരുന്നു. നമുക്ക് അടുത്തതിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻസ്ഡ് മെയ്സ് ഗെയിം ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ വേറൊരു ഗെയിം നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഇഷ്യൂസോ വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കുക. അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഗെയിമുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.